ഈ ചില കണ്ടുമുട്ടലുകൾ നമ്മുടെ ലൈഫിനെ തന്നെ 360 ഡിഗ്രിയിലേക്ക് ചേഞ്ച് വന്നതായിട്ടുണ്ട് ആ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. ഇതിനിടയ്ക്ക് പ്രവീൺ സാർ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യമാണ് ഞാൻ ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അയക്കുന്നത്. ആ ചോദ്യം വേറൊന്നുമല്ല, ശരിക്കും പറഞ്ഞാല് ഈ കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷമാണ് ശരിക്കും നമ്മൾ ആൾക്കാരുടെ ലൈഫിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. ഇത്ര നാളും ഓടിയത് മതി, ഇനി കുറച്ച് നാൾ എനിക്ക് വേണ്ടി, എൻ്റെ ഫാമിലിക്ക് വേണ്ടി, എന്നെ ആവശ്യമുള്ളവർക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാം. ഞാൻ ഡിസിഷൻ എടുത്തു, റിസൈൻ ചെയ്യാം. രാവിലെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് വന്നു, പാതിരാത്രി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെടുത്തു. ഒരു മെക്കാനിക്കൽ ലൈഫാണ് ഈ 10-15 വർഷം വരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ടാക്സിലെ പ്രശ്നങ്ങൾ കൊണ്ട് ബിസിനസ് വൈൻഡപ്പ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ വന്നപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ ഡിസ്കഷൻ, ഈ ഹോട്ടലിൽ ഇവർ തമ്മിൽ ഡിസ്കഷൻ. ഞാൻ വളരെ ഒരു മുകളിലേക്ക് മാറി ഇരിപ്പുണ്ട്, എന്താ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ കമ്മ്യൂണിറ്റിയിലെ മെമ്പർഷിപ്പ് എടുത്തപ്പോഴാണ് ഞാൻ ഇത്രയും നാൾ മനസ്സിലാക്കിയതല്ല, അതിനപ്പുറത്തേക്ക് വലിയൊരു ബിസിനസ് ലോകമുണ്ട്, അതും ഫ്രീഡം ബിസിനസ് ലോകമുണ്ട് ഞാൻ മനസ്സിലാക്കി. അത് അതുപോലെ തന്നെ അടുത്ത മാസം അത് കറക്റ്റ് ചെയ്തപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഈ സാറ് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്തു. അടുത്ത വെരി നെക്സ്റ്റ് മന്ത് ഞങ്ങൾ ഹാൾ ഓഫ് ഫെയിമിലേക്ക് വരാൻ സാധിച്ചു. ഫസ്റ്റ് ഹാൾ ഓഫ് ഫെയിം. ഹായ്, നമസ്കാരം. ഞാൻ സജിത് നാരായൺ, ഫിനാൻസ് ആൻഡ് ബിസിനസ് ടാക്സ് കോച്ചാണ്. ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് GST-ലാണ്. 18-19 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ ഫീൽഡിൽ. ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ ഒത്തിരി ആളുകൾ ടാക്സുമായി ബന്ധപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നല്ല പ്രോഡക്റ്റുകളുള്ള, നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒത്തിരി ബിസിനസ് ഓണേഴ്സ് ഉണ്ട്. അവരുടെ അക്കൗണ്ടിങ്ങിലെ പിഴവുകൾ അല്ലെങ്കിൽ GST എന്ന ടാക്സ് സിസ്റ്റത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പലരെയും വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇതൊരു വലിയൊരു പ്രോബ്ലമായിട്ട് ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു സൊല്യൂഷൻ എന്ന നിലയ്ക്കാണ് 2022 സെൽഫ് ടാക്സ് ഫയലിംഗ് ഹബ് എന്നൊരു കമ്മ്യൂണിറ്റി ഞാൻ ഫോം ചെയ്യുന്നത്. എൻ്റെ മിഷൻ തന്നെ 1 ലക്ഷം ബിസിനസ് ഓണേഴ്സിന് എൻ്റെ ഈ സപ്പോർട്ടിംഗ് സിസ്റ്റത്തിലൂടെ അവരുടെ ബിസിനസ്സിലെ GST കംപ്ലയൻസസ് തെറ്റുകൂടാതെ എറർ ഫ്രീ ആയിട്ടുള്ള ടാക്സ് സിസ്റ്റത്തിലൂടെ, ഒരു ടെൻഷൻ ഫ്രീ ലൈഫ് സ്റ്റൈലിലൂടെ അവരുടെ ബിസിനസ്, അവരുടെ കോർ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ ഗ്രോത്തിലേക്ക് നയിക്കാൻ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ്. ഏകദേശം 3000-ലധികം എന്റർപ്രണേഴ്സിനെ അവരുടെ ബിസിനസ്സിൽ എങ്ങനെയാണ് GST ഫങ്ഷൻ ചെയ്യുന്നത് തുടങ്ങിയ കാര്യം എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 300-ലധികം കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, പെയ്ഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എന്ന് എനിക്ക് സ്വന്തമായിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫാമിലി. 3.5 വയസ്സുള്ള കുട്ടി, ഭാര്യ ചിത്ര. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും, ഈ ബിസിനസ് തുടക്കം തൊട്ട് ഉള്ള എല്ലാ കാര്യങ്ങൾക്കും ബാക്ക് ബോണായിട്ട് നിന്ന് പിന്നിലും നിന്ന് നയിക്കുന്നത് ചിത്രയാണ്. ചെറുപ്പം തൊട്ട് ഒരു ടീച്ചർ ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ ചേച്ചിയും ടീച്ചറായിരുന്നു, ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. BCom ടാക്സ് ആണ് ഞാൻ ഡിഗ്രിക്ക് എടുത്ത് പഠിച്ചത്. എങ്ങനെയെങ്കിലും ഒരു 3 വർഷം കംപ്ലീറ്റ് ചെയ്യുക, പിന്നെ ട്രെയിനിങ്ങിന് പോവുക, അതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഒരു എൻട്രൻസ് ടെസ്റ്റ്, എൻട്രൻസ് കഴിഞ്ഞാലേ നമുക്ക് ഈ പറയുന്ന ട്രെയിനിങ്ങിന് പോകാൻ പറ്റുള്ളൂ. ആലപ്പുഴ സ്കൂളിൽ വെച്ചായിരുന്നു എൻട്രൻസ്. ഞാൻ വളരെ ആവേശത്തോടു കൂടി ഞാൻ നേരെ അവിടെ
സ്കൂളിലേക്ക് ചെല്ലുന്നു, എൻട്രൻസ് നടക്കുന്ന സെൻറ്ററിലേക്ക് ചെല്ലുന്നു. അവിടെ കണ്ട കാഴ്ച ശരിക്കും എൻ്റെ മനസ്സ് മരവിപ്പിച്ച് കളഞ്ഞു എന്നുള്ളത്, വല്ലാണ്ട് വേദനിപ്പിച്ചു എന്നുള്ളതാണ്. അത് വേറെ ഒന്നുമല്ല, ആ എൻട്രൻസ് ടെസ്റ്റ് ചെയ്താൽ വന്ന ആൾക്കാരിൽ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നല്ല താടിയും മീശയൊക്കെ ഉണ്ട്, ഒരു മുണ്ടൊക്കെ കൊടുത്ത് ഞാൻ കണ്ടാൽ ഒരു അധ്യാപക ലുക്കുണ്ട്. ലേഡീസ് ആണെങ്കിൽ തന്നെ സാരിയൊക്കെ കൊടുത്ത് കണ്ടാലും നല്ല കെട്ടിപ്പിടി ഒരു ടീച്ചറുടെ ലുക്കുണ്ട്. എൻ്റെ ഇന്നത്തെ അവസ്ഥ അറിയാമല്ലോ. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴത്തേക്കുള്ള എൻ്റെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. അന്നത്തെ പ്രായത്തിൻ്റെയൊക്കെ ഒരു അറിവില്ലായ്മയായിരിക്കാം, ഞാൻ തീരുമാനിച്ചു ഇത് വേണ്ട ഇപ്പോൾ. കാരണം ഞാൻ ട്രെയിനിങ്ങിന്റെ സമയത്ത് പഠിപ്പിക്കേണ്ടി വരുന്നത് ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ്. കേരളത്തിൽ 2 സെന്ററാണുള്ളത്, ഒന്ന് ട്രിവാൻഡ്രം ഗേൾസ് ഹൈസ്കൂൾ, മറ്റേത് തൃശ്ശൂർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ. അപ്പോൾ അവിടെയാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകേണ്ടത്. അപ്പോൾ ഇവരൊക്കെ എന്നെ അധ്യാപകരായിട്ട് കാണുമോ, കണ്ടാലൊരു +2 വിദ്യാർത്ഥികളൊക്കെ ഉള്ളൂ. എൻ്റെ മനസ്സിൽ അന്ന് മറ്റേ മഴയത്ത് മുൻപ് സിനിമ ഇറങ്ങിയ സമയം മമ്മൂട്ടിയുടെ, അതില് പുള്ളി ബുക്കൊക്കെ പിടിച്ചിട്ടുണ്ട്, നന്ദു വർമ്മ എന്നൊക്കെ പറഞ്ഞ ആ സീനാണ് അധ്യാപനം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ അപ്പൊ തീരുമാനിച്ചു വേണ്ട, ഇനി അടുത്ത വർഷം ആവാം. കാരണം ഈ ഒരു വർഷം ജിംനേഷ്യത്തിലേക്ക് പോയിട്ട് ഒന്ന് ബോഡി ബിൽഡ് ചെയ്ത്, അന്ന് ഋതിക് റോഷനൊക്കെ ടെൻഡായി നിൽക്കുന്ന സമയം, ജിംനേഷ്യത്തിൽ പോയിട്ട് ബോഡിയൊക്കെ ബിൽഡ് ചെയ്തിട്ട് അടുത്ത വർഷം വന്ന് ചേരാം എന്ന് വിചാരിച്ചു. അത് ഞാൻ തിരിച്ചു പോന്നിട്ട് പ്രത്യേകിച്ച് വേറെ ഒരു വർഷം ഗ്യാപ്പുണ്ട്. തൊട്ടടുത്ത ദിവസം ഞാൻ ജിംനേഷ്യനിൽ ചേർന്നു. അതൊരു ആരംഭ ശൂരത്വമായിരുന്നു, ഒരൊറ്റ മാസമേ പോയുള്ളൂ, പിന്നെ നിർത്തി. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് സ്കില്ലുകൾ അപ്ഡേറ്റ് ചെയ്തു. ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി, അതുപോലെ ടൈപ്പ് റൈറ്റിംഗ് പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തു, സിനിമോട്ടോഗ്രാഫി പഠിക്കാൻ പോയി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും സമയം ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു. ആദ്യത്തെ 2 മാസം കൊണ്ട് ഞാൻ അത് കവർ ചെയ്തു, പിന്നെയും സമയം ബാക്കിയുണ്ട്. അപ്പോൾ നാട്ടിലെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, നമ്മൾ വെറുതെ തനിക്ക് എന്തായാലും സമയമുണ്ട്, 1 വർഷത്തോളം സമയമുണ്ട്, ഒരു കാര്യം നമുക്ക് എവിടെയെങ്കിലും ജോലിക്ക് ശ്രമിക്കാം. അപ്പോൾ സിനിമ കാണാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് പൈസ വീട്ടിൽ നിന്ന് ചോദിക്കണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണ്. അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു ജോലിക്ക് 2004 എറണാകുളത്തേക്ക് വരുവാണ്. UT ബാങ്കിലായിരുന്നു, ഇന്നത്തെ ആക്സിസ് ബാങ്ക്. അവിടെ ഒരു ഓഫീസ് പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ തുടക്കത്തിൽ അവിടെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ഈ മറ്റേ ചെക്കിൽ സീൽ വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് എന്നെ അവിടെ നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് എന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ മാറ്റി. അവിടെ ഈ പറഞ്ഞ US ഡോളർ, സ്വിസ് ഫ്രാങ്ക്, ഡാനിഷ് സ്റ്റോൺ, ജപ്പാനീസ് യെൻ, GBP ഇതൊക്കെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. എൻ്റെ ജോലി എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഡോക്യുമെന്റേഷൻ റെഡിയാക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ നാട്ടിലൊരു നൈബർ വന്നിട്ട് എന്നോട് ബാങ്കിൽ പുള്ളി പൈസ അടയ്ക്കണം എന്നപ്പോൾ എന്നെ അവിടെ വെച്ച് കണ്ടു. പുള്ളിയോട് ചോദിച്ചു, ഇവിടെയാണോ, ഇവിടെ നിന്ന് ശമ്പളം കിട്ടുന്നുണ്ട്? ഞാൻ കോൺട്രാക്ട് വൈസ് ആണ്, ഏകദേശം 2000 രൂപയ്ക്ക് ശമ്പളം കിട്ടുന്നത്. ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഒരു കമ്പനി ഉണ്ട്, കേരളത്തിൽ നമ്പർ 1 IT സെല്ലിംഗ് കമ്പനി, അവിടെ അക്കൗണ്ട്സിൽ ആളെ എടുക്കുന്നുണ്ട്, പോരുന്നു ചോദിച്ചു. അപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു ജോലി ഒരു വിഷയമല്ല, കാരണം ഞാൻ ഒരു വർഷം തള്ളി നീക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഓക്കെ, റെഡി. ഞാൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്തു. അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ 2004 അവിടെ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് എന്നൊക്കെ പേര് മാത്രമേ ഉള്ളൂ. ചെക്ക് കളക്ഷൻ, ബാങ്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം, പർച്ചേസ് ചെയ്യാൻ പോകും, ഇതൊക്കെയായിരുന്നു ജോലി. പിന്നീട് പതിയെ ഓരോ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചു തുടങ്ങി. അവിടെ ഇമ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിൽ നിന്നിട്ട് ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്തുള്ള എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ആ ഇമ്പോർട്ട് ഡോക്യുമെന്റേഷൻ ഒക്കെ ചെയ്തു. പിന്നെ ഞാൻ ടാക്സ് പഠിച്ചുകൊണ്ട് ഇൻകം ടാക്സ്, സെയിൽ ടാക്സ് കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചു. ടാക്സ് ഞാൻ മനഃപൂർവ്വം ഇഷ്ടപ്പെട്ടെടുത്തതൊന്നുമല്ല. ഞാൻ BCom പഠിക്കുന്ന സമയത്താണ് ടാക്സേഷൻ ആദ്യമായിട്ട് വരുന്നത്. അപ്പം എല്ലാവരും BCom മറ്റ് കോർപ്പറേഷൻ എടുത്തപ്പോൾ ഞാൻ മാത്രം ഒരു വെറൈറ്റിക്ക് വേണ്ടി ടാക്സ് എടുത്താണ്. അപ്പം ആ എടുത്ത ടാക്സ് എന്തായാലും എനിക്ക് ഇവിടെ പ്രയോജനപ്പെട്ടു. അങ്ങനെ നീണ്ട 17 വർഷം ഞാൻ 2004 അവിടെ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്തെങ്കിലും 2008 അക്കൗണ്ട്സ് മാനേജറായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ നീണ്ട 17 വർഷം ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് 1 CR ആയിരുന്നു ആ കമ്പനിയുടെ ടേൺ ഓവർ. പിന്നീട് ഞാൻ 17 വർഷം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 100 കോടിയും കഴിഞ്ഞ് 150 കോടിയിലേക്ക് ആ കമ്പനിയുടെ ടേൺ ഓവർ എത്തിയിട്ടുണ്ടായിരുന്നു. ആ കമ്പനിയുടെ വളർച്ച അടുത്ത് നിന്ന് എനിക്ക് ആ കമ്പനിയുടെ ഒപ്പം അതിനൊപ്പം എനിക്ക് ആ വളർച്ചയുടെ ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളതാണ്.
സാലറി വൈസും ജോലി വൈസും ഒക്കെ ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷെ ഒരുപാട് അൺടോൾഡ് പെയിൻസ് ഉണ്ടായിരുന്നു. അതിലൊന്ന് ഈ പറഞ്ഞ പോലെ എൻ്റെ പാഷൻ എനിക്ക് ഇടയ്ക്ക് വെച്ചോളം നഷ്ടപ്പെട്ടു. അതുകൂടാണ്ട് ഒരു മെക്കാനിക്കൽ ലൈഫാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ഓഫീസിലേക്ക് വന്നു, പാതിരാത്രി ആകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചിരുന്നു. ഒരു മെക്കാനിക്കൽ ലൈഫാണ് ഈ 10-17 വർഷത്തോടെ ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഫാമിലിക്ക് സമയം കൊടുക്കാൻ പറ്റുന്നില്ല. ഫാമിലിക്ക് എന്നല്ല, എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പോലും സമയമില്ല എന്ന് പറഞ്ഞു. എൻ്റെ സമയം മറ്റാരൊക്കെയാണ് നിശ്ചയിക്കുന്നത്. എൻ്റേതെന്ന് പറയാനോ എൻ്റെ കാര്യങ്ങൾ ചെയ്യാനോ എനിക്ക് സമയമില്ലാത്തൊരവസ്ഥ. അതിൽ ഏറ്റവും എന്നെ വേദനിപ്പിച്ചൊരു കാര്യം, അമ്മ മരിക്കുന്ന സമയത്ത് പോലും എനിക്ക് കൂടെ ഉണ്ടാവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുവരെ അവരുടെ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിയിട്ടുണ്ട്. അത് അമ്മയ്ക്ക് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഒരു ദിവസം ഞാൻ ലീവ് എടുത്ത് നിന്നു. നെക്സ്റ്റ് ഡേ എനിക്കൊരു ഹിയറിംഗ് എന്തോ കാര്യങ്ങളുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഇന്ന് എന്തായാലും ലീവ് കിട്ടില്ല, ഞാനിന്ന് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പം മാസ്ക് ഒക്കെ വെച്ചിട്ട് അമ്മ പറഞ്ഞു തലയാക്കാൻ, ശരി പൊക്കോന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ കുളിച്ച് റെഡിയായിട്ട് നേരെ ഓഫീസിൽ വന്ന് കയറിയപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്ന ആളെ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് പോലും എനിക്ക് കൂടെ ഉണ്ടാകാൻ കഴിഞ്ഞില്ല. ബാക്കി എല്ലാ സമയത്തും ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ്, ഞാൻ അതിനിടയ്ക്ക് മൂവാറ്റുപള്ളി വീടും സ്ഥലമൊക്കെ വാങ്ങി. അതിനിടയ്ക്ക് കല്യാണം കഴിഞ്ഞു. അതിനിടയ്ക്ക് 2018 ആദ്യം കല്യാണം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഒക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സമയം എനിക്ക് ഒരിടത്തും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് അത് വലിയൊരു പ്രോബ്ലം ആയിരുന്നു. എനിക്ക് ഫാമിലിക്ക് സമയം കൊടുക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കോവിഡ് എന്ന മഹാമാരി അങ്ങ് വരുന്നത്. ഈ കോവിഡ് വന്നപ്പോൾ കംപ്ലീറ്റ്ലി ലോക്ക്ഡൗൺ ആയി. ഒരുപാട് ആൾക്കാർ ഈ കോവിഡ് മൂലം കഷ്ടപ്പെട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ശരിയല്ല. ഈ കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സമയത്തിന് വില നൽകിക്കൊണ്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. കാരണം വർക്ക് ഫ്രം ഹോമാണ്. എനിക്ക് സമയമുള്ളപ്പോൾ ചെയ്താൽ മതി. ബാക്കി സമയം എൻ്റെ ഫാമിലിയുടെ കൂടെ ചിലവഴിക്കാം, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ എനിക്ക് ചിലവഴിക്കാം. എനിക്ക് ചേച്ചിനെ ഹോസ്പിറ്റലിലാക്കണമെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കാം, തിരിച്ചു വരാം. ഭയങ്കര ഫ്രീഡം ഞാൻ തന്നെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് ഞാൻ ആലോചിക്കുന്നത്, ഇങ്ങനെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ സമയത്തിന് വില നൽകിക്കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോഴും ജോലിയെ കുറിച്ച് മാത്രമാണ് ചിന്ത. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരുന്നു. ചേച്ചി ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. അളിയനാണെങ്കിൽ അന്ന് കോടതിയിലായിരുന്നു ജോലി. എല്ലാവരും പഠിക്കുക, ടെസ്റ്റ് എഴുതുക, ഗവൺമെൻറ് ജോലി പഠിക്കുക. ഈ ഒരു ചിന്ത മാത്രമല്ല, ബിസിനസ്സുമായിട്ട് എനിക്കോ എൻ്റെ ഫാമിലിക്കോ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ലോക്ക്ഡൗണുകളൊക്കെ മാറി വീണ്ടും തിരിച്ച് ഓഫീസിലേക്ക് പോകുമ്പോഴത്തേക്ക് ഞാൻ വണ്ടി അടിച്ച് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് ഭയങ്കര മിസ്സിങ്, വല്ലാത്തൊരു മിസ്സിങ് ആണ്. കാരണം ഇതെല്ലാം മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ചേച്ചിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല, ഫുള്ളൊരു മിസ്സിങ്. ഞാൻ ഓഫീസിൽ ചെന്നിരുന്ന് കഴിയുമ്പോഴാണെങ്കിൽ എനിക്ക് ഒന്നും അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, വെറുതെ ഇങ്ങനെ എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ഞാനിങ്ങനെ ഒരുപാട് ചുമ്മാ പൈസ മാത്രം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യമുള്ളത്. ഇപ്പം ഈ പറയുന്ന പോലെ എനിക്ക് ഇവരെയൊന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പം ഇവരെയൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് നാളെ അവരുടെ ചടങ്ങുകൾ ആഘോഷങ്ങൾ നടത്തിയിട്ട് എന്താ പ്രയോജനമുള്ളത്? അവരാവശ്യമുള്ളപ്പോൾ, എൻ്റെ ഫാമിലി ആവശ്യപ്പെടുന്ന സമയത്ത്, എൻ്റെ സപ്പോർട്ട് വേണ്ട സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ട് എന്താ കാര്യമുള്ളത്? എൻ്റെ കുഞ്ഞ് വളർന്നു വരുവാണ്, അവനൊരു വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ആദ്യമായിട്ട് പിച്ച് വെച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് വീഴുമ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന മൊമെന്റ്സ് അപ്പോഴാണ്. പിന്നീട് നമ്മൾ തിരക്ക് കഴിഞ്ഞിട്ട് 10-15 വയസ്സായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു, ഇത്ര നാളും ഓടിയത് മതി. ഇനി കുറച്ച് നാൾ എനിക്ക് വേണ്ടി, എൻ്റെ ഫാമിലിക്ക് വേണ്ടി, എന്നെ ആവശ്യമുള്ളവർക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാം. ഞാൻ ഡിസിഷൻ എടുത്തു, റിസൈൻ ചെയ്യാം. അങ്ങനെ ഞാൻ റെസിഗ്നേഷൻ ഒരു 1 മന്ത് നോട്ടീസ് പീരീഡ് ഞാൻ കൊടുത്തു. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും, എന്നെ അറിയാവുന്നവരെല്ലാവരും പറഞ്ഞു ഇത് റോങ് ഡിസിഷനാണ്, ഒരു കാരണവശാലും ഡിസിഷൻ എടുക്കുന്നത്. കാരണം ഒരു കോവിഡ് വന്നിട്ട് ഒരുപാട് കമ്പനികൾ കൂട്ടിപ്പോയി, പല ആൾക്കാരുടെയും ശമ്പളം, പല ആൾക്കാരുടെയും ജോലിയും പോയി. ആ ഒരു സമയത്ത് പുതിയൊരു ജോലി ഓപ്പർച്യൂണിറ്റി എന്തായാലും കിട്ടില്ല, പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്യാനും പറ്റില്ല. അവിടെ തെറ്റായ തീരുമാനങ്ങൾ മാറുമെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു ടൈം ഫ്രെയിം വർക്കില്ലേ, എനിക്ക് എൻ്റെ സമയം കിട്ടാതെ ഈ രാവിലെ 10 മണി മുതൽ 7 മണി വരെയുള്ള ആ ഒരു ടൈം ഫ്രെയിമിൽ വർക്ക് ചെയ്യാൻ ഞാൻ എന്തായാലും തയ്യാറല്ല എന്ന് തീരുമാനിച്ചു.
ഞാനത് തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല, ഞാനത് റിസൈൻ ചെയ്തു, തിരിച്ചു പോകും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്വന്തമായിട്ട് ഇനി ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അവിടെ വീടിനടുത്ത് തന്നെ എം സി റോഡിന്റെ സൈഡിൽ ഒരു ഓഫീസ് സ്പേസ് എന്തായാലും ഞങ്ങൾ ആ ഓഫീസ് സ്പേസ് എടുത്തിട്ട് രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബാഗും തൂക്കി നേരെ ഓഫീസിലേക്ക് ചെല്ലുന്നു. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഒരു ജോലിയില്ല, ഒന്നും തുടങ്ങിയിട്ടില്ല. അവിടെ ഇരുന്ന് ആലോചന രണ്ടുപേരും എന്ത് തുടങ്ങണം. അത് ഒരാഴ്ച ആലോചിച്ചു, 2 ആഴ്ചയായി, 3 ആഴ്ചയായി, 1 മാസം കഴിഞ്ഞു, അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്തു. ആലോചനകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, പ്രോഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ചെയ്യണം. അപ്പം പ്രോഡക്റ്റ് ബേസ്ഡ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ സത്യം പറയാലോ നയ പൈസയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് വിട്ടു. പിന്നെ സജിത്തിന്റെ എക്സ്പീരിയൻസ് ഉള്ളത് ടാക്സിൽ അല്ലെങ്കിൽ ഇതിലിപ്പോ ടാക്സ് കൺസൾട്ടൻസി എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ, നമുക്ക് ടാക്സ് ഒക്കെ ചെയ്യാമല്ലോ. പക്ഷെ അതും ഈ പറഞ്ഞതുപോലെ ഒരു ടാക്സ് കൺസൾട്ടൻസി എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ നമ്മളീ ഒരു ഫ്രീഡം എന്നൊരു കാര്യം ചിന്തിച്ചിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പം വി ഷുഡ് ഗെറ്റ് ദ ഫ്രീഡം, റൈറ്റ്? അപ്പൊ അതൊരിക്കലും ഈ ഒരു ടാക്സ് കൺസൾട്ടൻസിയിൽ കിട്ടില്ല. അപ്പൊ അതും ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ ഫ്രീലാൻസ് വർക്ക്സിനെ പറ്റി ആലോചിച്ചു. കമ്പനീസിന്റെ ഫ്രീലാൻസ് വർക്ക് എടുത്തെന്നുകൊണ്ട് ചെയ്തുകൂടാ. അവിടെയും ഈ സെയിം പ്രോബ്ലം തന്നെയാണ്. നമുക്ക് അൾട്ടിമേറ്റ് നമുക്ക് വേണ്ടത് ഒരു ഫ്രീഡം ആണ്. അപ്പൊ അതെന്തായാലും ഇതിലൊന്നും കിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ വീണ്ടും ഈ പറഞ്ഞ പോലെ ആക്ച്വലി ഞാൻ വർക്കിംഗ് അല്ല, ആക്ച്വലി ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്തൊക്കെ എൻ്റെ ഒരു സോൾ ഇൻകത്തിലാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നത്. ഞങ്ങളുടെ ഫാമിലി എന്ന് വെച്ചാൽ ഞങ്ങൾ 2 പേരും മോനും മാത്രമല്ല, എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും ഉണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പൊ വലിയ അത്യാവശ്യം 5-6 പേരുള്ളൊരു വലിയ ഫാമിലിയാണ്. അപ്പം ഒരു വിധത്തിൽ ഇങ്ങനെ തട്ടിയും മുട്ടിയും ജീവിതം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പൊ എല്ലാ ദിവസവും രാവിലെ ഇത് തന്നെ, എന്ത് ചെയ്യണം, പല കാര്യങ്ങളും ഞങ്ങള് പ്ലാൻ ചെയ്തു, പക്ഷെ ഒന്നും വർക്ക്ഔട്ട് ആയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചില കണ്ടുമുട്ടലുകൾ നമ്മുടെ ലൈഫിൽ തന്നെ 360 ഡിഗ്രിയിലേക്ക് ചേഞ്ച് വന്നു കേട്ടുണ്ട്. ആ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് ഈ പ്രവീൺ സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അത് എങ്ങനെയാണെന്നുള്ളത്, ഞാനല്ല ആദ്യമേ ഈ പറയുന്ന കാൽസോൾ കമ്മ്യൂണിറ്റിയിൽ വന്നത്. ചിത്രയായിരുന്നു ആദ്യമായിട്ട് കാൽസോൾ കമ്മ്യൂണിറ്റിയിലെ മെമ്പർ ആയത്. അത് ചിത്രയായിട്ട് മെമ്പർ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ കംപ്ലീറ്റ് 100% ഡിജിറ്റൽ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് നിറയെ അഡ്വർടൈസ്മെന്റ്, ഞാൻ ഫ്രം ദ ഡേ 1 തൊട്ട് പൈസ മുടക്കി നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പൈസ മുടക്കിയിട്ട് അഡ്വർടൈസ് ചെയ്ത് ആൾക്കാരെ എന്റെ ടീമിലേക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്റെ അഡ്വർടൈസ്മെന്റിൽ കുറെ പ്രശ്നങ്ങൾ വന്നു. എനിക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാതെ വന്നൊരു സിറ്റുവേഷൻ ആണ് ഞാൻ പ്രവീൺ സാറിനെ എനിക്ക് റെഫറൻസ് വഴി പരിചയപ്പെടുന്നതും ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ട് ആവുന്നതും. അതിനുശേഷം ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് സാറ് 21 ഡേയ്സ് ചാലഞ്ച് അനൗൺസ് ചെയ്തു. ഇങ്ങനെ 21 ഡേയ്സ് ചാലഞ്ച് ഉണ്ട്. അപ്പൊ ഞങ്ങള് അന്ന് പൈസ ഇല്ല, ശരിക്കും പറഞ്ഞാൽ 20,000 ആണ് അതിന്റെ ഫീസ്. അപ്പൊ അതിന് പോലും പൈസ ഇല്ല. അപ്പൊ സാറ് പറഞ്ഞത് 1000 രൂപ അടച്ച് നിങ്ങൾക്ക് അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത് വെക്കാം. അന്ന് ആരുടെ കയ്യിൽ നിന്ന് ഒരു 1000 രൂപ വാങ്ങിച്ചാണ് ഞാനിത് അഡ്വാൻസ് പേ ചെയ്ത് ബുക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ പൈസ കടമൊക്കെ മേടിച്ചാണ് ഞങ്ങള് ഈ 21 ഡേയ്സ് ചലഞ്ചിന്റെ പാർട്ട് ആവുന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് സാർ ആ സമയത്ത് ചെയ്തൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ അതിന് വലിയൊരു എത്രയധികം ഞങ്ങൾക്ക് നന്ദി പറഞ്ഞാലും തീരില്ല. സാർ എടുത്ത ആ ഒരു ഡിസിഷൻ. സാറ് ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെയുള്ള സാറിന്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ ആ ഒരു 21 ഡേയ്സ് ചലഞ്ചിന്റെ പാർട്ടായിട്ടുള്ളവരെ ഡയറക്റ്റ് പോയിട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ജേർണിയുടെ പാർട്ടായിട്ട് സാർ മൂവാറ്റുപുഴയിൽ വന്നു, ഞങ്ങളുടെ ഓഫീസിൽ വന്നു, ഞങ്ങളെ മീറ്റ് ചെയ്തു. ആൻഡ് സാർ എൻ്റെ അടുത്ത് പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. പ്രവീൺ സാർ എന്താണ് ചെയ്യുന്നത്, എന്തോ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആഡോ അങ്ങനെ എന്തോ ചെയ്യുന്ന ഒരാളാണ്, അത്രയൊക്കെ അറിയാവും. അവിടെ വെച്ചാണ് ഈ മനുഷ്യൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അവിടെ വന്നപ്പോഴത്തേക്കും ഇവർ തമ്മിൽ ഡിസ്കഷൻ, ഈ ഫോട്ടോയിൽ ഇവർ തമ്മിൽ ഡിസ്കഷൻ, ഞാൻ വളഞ്ഞൊരു മൂലയ്ക്ക് മാറി ഇരിപ്പുണ്ട്, എന്താ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതിനിടയ്ക്ക് പ്രവീൺ സാർ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യമാണ് ഞാൻ ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നയിക്കുന്നത്. ആ ചോദ്യം വേറൊന്നുമല്ല, സജിത്ത് എന്ത് ചെയ്യുന്നു? അപ്പൊ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്തു എന്ന് പറയുന്നത് എൻ്റെ ഒന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഒരു കൺസൾട്ടൻസിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്താ പ്ലാൻ ചെയ്യുവാണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എൻ്റെ കുറെ നോട്ട് പാഡുകളും പെന്നും ഒക്കെ ആയിട്ടോ ഉണ്ടാവില്ല, എൻ്റെ നേരെ തിരിഞ്ഞു കുറെ കോളമൊക്കെ വരച്ചെന്ന് കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. എന്തുകൊണ്ട് ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അപ്പൊ ഞാൻ ഒരുപാട് ഐഡന്റിഫൈ ചെയ്ത പ്രോബ്ലംസ് ഞാൻ പറഞ്ഞു. ഇത്ര ആൾക്കാർ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് GST കുറിച്ച് അവയർനെസ് കൊടുത്തുകൂടാ, അവർക്ക് അതിന്റെ ക്ലാസ് കൊടുത്തുകൂടാ, കോച്ച് ചെയ്തുകൂടാ എന്നുള്ള ചോദ്യം ചോദിച്ചു.
അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എന്നെ സംബന്ധിച്ച് എന്തോ ഓക്കെയാണ്, ഓക്കെ ചെയ്യാം. അങ്ങനെ അന്ന് തന്നെ ഞാൻ കാൽച്ചുറൽ കമ്മ്യൂണിറ്റിയിലെ മെമ്പറായി. കാൽച്ചുറൽ കമ്മ്യൂണിറ്റിയിലെ മെമ്പർഷിപ്പ് എടുത്തപ്പോഴാണ് ഞാൻ ഇത്രയും നാൾ മനസ്സിലാക്കിയതല്ല, അതിനപ്പുറത്തേക്ക് വലിയൊരു ബിസിനസ് ലോകമുണ്ട്, അതും ഫ്രീഡം ബിസിനസ് ലോകമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ശരിക്കും ആ സമയത്ത് പ്രവീൺ സാർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ആവാൻ കാരണം ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം, ഞാൻ എന്തുകൊണ്ടാണോ ഞാൻ ജോലി റിസൈൻ ചെയ്തത്, എനിക്കൊരു ഫ്രീഡം ഇല്ലാത്തതുകൊണ്ട്, എൻ്റെ സമയത്തിന് വിലയില്ലാതെ നിൽക്കുന്ന സമയത്താണ്. അപ്പം അത് തന്നെയാണ് ഇവിടെ പ്രവീൺ സാർ പ്രാക്ടീസ് ചെയ്യുന്നത്, ഫ്രീഡം ബിസിനസ് മോഡലാണ് പ്രാക്ടീസ് ചെയ്തത്. അതാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ പെട്ടെന്ന് ഇതിലേക്ക് വലിച്ചത്. അങ്ങനെ ഞങ്ങൾ കൾച്ചറൽ കമ്മ്യൂണിറ്റിയിൽ ഞാൻ അന്ന് മെമ്പർഷിപ്പ് എടുത്തു. അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു ഫോം സ്റ്റാർട്ട് ചെയ്തു. അതെ, മാർച്ച് 2022 സാറിനെ മീറ്റ് ചെയ്തത്. ഏപ്രിൽ 2022 തന്നെ ഒന്നും നോക്കിയില്ല, പ്രത്യേകിച്ച് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഞങ്ങൾ ആദ്യം ചെയ്തൊരു കാര്യം, ശരിക്കും പറഞ്ഞാല് ഈ കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷമാണ് ശരിക്കും നമ്മുടെ ആൾക്കാരുടെ ലൈഫിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, നമുക്ക് വലിയ ഇൻവെസ്റ്റ് ചെയ്തൊരു ബിസിനസ് ചെയ്യാനുള്ള ഒരു ആവതൊന്നുമില്ല, പക്ഷെ സ്കിൽസ് ഉണ്ട്, നോളജ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ആൾക്കാരുടെ ലൈഫിൽ ഒരു ഇമ്പാക്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം, അതിന്റെ ആ ഒരു ഇതിൽ തന്നെയാണ് ഞങ്ങള് ദ എംപവറിംഗ് ലൈഫ് ഹബ്ബ് എന്നൊരു പേര് വിട്ടവർ ഒന്നും നോക്കിയില്ല, പേര് വിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫോം രജിസ്റ്റർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2022 ഏപ്രില്. അങ്ങനെ പ്രവീൺ സാർ പറഞ്ഞൊരു ഡിസാമ്പിൾ ഞാൻ ജിഎസ്റ്റിയുടെ കോഴ്സുകൾ ബിൽഡ് ചെയ്തു. ഈ കോഴ്സ് ബിൽഡ് ചെയ്തിട്ട് ജൂലൈ മാസത്തിലാണ് കോഴ്സ് ബിൽഡ് ചെയ്യുന്നത്. ഈ കോഴ്സ് ബിൽഡ് ചെയ്തിട്ട് 999 രൂപയാണ് ആ കോഴ്സ് ഉള്ളത്. അത് ഓഗസ്റ്റിൽ കമ്മ്യൂണിറ്റിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ മാസം ഞാൻ മേടിച്ചുകൊണ്ടിരുന്ന ശമ്പളത്തിൻ്റെ ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ഞാൻ ഫസ്റ്റ് ആ കോഴ്സിലൂടെ, ഞാൻ ചെയ്ത ബിസിനസ്സിലൂടെ ഞാൻ നേടിയെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞല്ലേ, ഞാൻ കോഴ്സ് ബിൽഡ് ചെയ്തു, അത് സെയിൽ ചെയ്തു, 1 month സാലറിക്ക് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ഏൺ ചെയ്തു. പക്ഷെ ഇതൊന്നും ഒട്ടും എന്നെ സംബന്ധിച്ച് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം വേറെ ഒന്നുമില്ല, ഒരു 10-17 വർഷം ഈ പറയുന്ന ഒരു ക്യാബിൽ ഇരുന്ന് വർക്ക് ചെയ്തതിനെ സംബന്ധിച്ച് ഒരു എക്സ്പോഷർ, ഒരു സ്റ്റേജിൽ നിന്നുള്ള എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പബ്ലിക് സ്പീക്കിംഗ് ആവട്ടെ, മറ്റേ ടെക്നിക്കൽ സ്കില്ലാവട്ടെ, ഇതൊന്നുമില്ല. ഒരു ക്യാമറ നോക്കി സംസാരിക്കാനുള്ള ആ ഒരു കഴിവ് പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ നമ്മുടെ ബേസിക് ഫെസിലിറ്റീസ് കോഴ്സ് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മള് വിചാരിക്കും നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മര്യാദക്ക് ഒരു കമ്പ്യൂട്ടർ വേണം, അറ്റ്ലീസ്റ്റ് ഒരു മൊബൈൽ വേണം, കുറച്ച് ലൈറ്റിങ് വേണം, മൈക്ക് വേണം. ഈ വക കാര്യങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിലല്ല. ആകെ ഉള്ളത് ഒരു ഡെല്ലിന്റെ പഴയ ലാപ്ടോപ്പാണ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. അപ്പൊ ആ ഒരു ലാപ്ടോപ്പ് വെച്ചിട്ട് ടൂൾസ് അറിയത്തില്ല, എന്താ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യണം എന്നൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ലാതെ തന്നെ ജസ്റ്റ് ആ ഒരു ലാപ്ടോപ്പ് വെച്ചിട്ട് മൈക്രോസോഫ്റ്റിന്റെ പ്രസന്റേഷൻ PPTയില് ഡയറക്റ്റ് കോഴ്സ് റെക്കോർഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അപ്പോഴൊരു ലക്ഷ്യമുണ്ട്, എങ്ങനെയെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ആക്ഷൻസ് എടുക്കാൻ നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങും എത്തില്ല. അപ്പൊ ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം, സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതിന്റെ ബേസിസിൽ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പോഴും ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ സ്കിൽസ് ഒന്നും അങ്ങനെ ഇല്ല, എഡിറ്റ് ചെയ്യാൻ അറിയില്ല, മര്യാദക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല. ഉള്ള അറിവുകളൊക്കെ വെച്ചിട്ട് പിന്നെ സാറിന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചു, കോഴ്സ് ആക്സസ് ചെയ്തു, ഒക്കെ എന്തൊക്കെയോ ചെയ്ത് ഫൈനലി അത് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അപ്പോഴും ഞങ്ങളെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ ചാലഞ്ച് എന്ന് പറയുന്ന വലിയൊരു കാര്യമുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ബാങ്കുകാരുടെ കോൾസ് ആണ്. ഓൾറെഡി EMIക്ക് വീടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. അപ്പം ഈ ഇവരുടെ വിളി കൊണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ പറഞ്ഞ പോലെ അവർ കോൾ ചെയ്യും, 2 EMI മുടങ്ങി, 3ാമത്തെ EMI മുടങ്ങി. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് മൊത്തം ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് നോക്കും. ഇവർ ബാങ്കിന്റെ എക്സിക്യൂട്ടീവ്സ് നേരെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറയുന്നത് നമുക്ക് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഒരു വീഡിയോ ചെയ്യാനിരിക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ കോൾ വരുന്നത്. അപ്പോഴത്തേക്ക് ആ മൂഡ് അങ്ങ് പോകുന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഇതിനിടയ്ക്ക് ഫിനാൻഷ്യൽ ചലഞ്ചസ് ഉണ്ടായെന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ മറികടന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ആക്ച്വലി വി ഹാവ് ദാറ്റ് ബിലീഫ്. ഓക്കെ, കാരണം സാറ് പറഞ്ഞ ഓരോ കാര്യത്തിലും ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. സാർ എന്ത് പറഞ്ഞു, സാർ കോഴ്സ് ബിൽഡ് ചെയ്യാൻ പറഞ്ഞു, ഞങ്ങൾ ബിൽഡ് ചെയ്തു. സാർ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു, ഞങ്ങൾ ഒന്നും ആലോചിച്ചില്ല, കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തു.
അടുത്തതിലോട്ട് പോകാൻ പറഞ്ഞു, അടുത്തത് ചെയ്തു. ആഡിൽ സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞു, ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ആൻഡ് വി ഡിഡ്ന്റ് തിങ്ക്, ഞങ്ങൾ ഒന്നും ആലോചിച്ചില്ല ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കുമെന്നോ ഇത് സക്സസ് ആകുമെന്നോ ഒന്നും ഞങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പോയിട്ടില്ല. ജസ്റ്റ് വാട്ട് എവർ ഹി സെഡ് വി ജസ്റ്റ് ഫോളോഡ്. ഓക്കെ, സോ അതിന്റെ റിസൾട്ട് ആക്ച്വലി ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ്സിൽ തന്നെ വെരി നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ നമ്മളെ 1 lakh എത്തിയ സമയത്ത് ഇതും പെട്ടെന്ന് അങ്ങോട്ട് 1 month കൊണ്ട് വന്നതൊന്നുമല്ല. ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ വിചാരം ഡിജിറ്റലി ബിസിനസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ പറഞ്ഞു, കോഴ്സ് ഒക്കെ ബിൽഡ് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്തു. നാളെ ഇനി ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ് റൺ ചെയ്തപ്പോഴത്തേക്കും സംഗതി അങ്ങനെ ചൂടപ്പം പോലെ വിറ്റുപോകും, കടങ്ങളൊക്കെ തീരും, പുതിയ കാറ് മേടിക്കും, വലിയ വലിയ സ്വപ്നങ്ങളാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഞാൻ കോഴ്സ് ബിൽഡ് ചെയ്തു, ആഡ് റൺ ചെയ്തു, ഒരുപാട് ലീഡ്സ് ജനറേറ്റ് ആവും. ലീഡ് ഒരുപാട് വരുന്നുണ്ട്, വാട്സപ്പിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്, കുറെ പേര് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, ഡയറക്റ്റ് കോൾ ചെയ്യുന്ന 1/4 മണിക്കൂർ അങ്ങനെ കളയുന്നുണ്ട്. ഒരാഴ്ച വെയിറ്റ് ചെയ്തു, 2 ആഴ്ചയും 3 ആഴ്ചയും 1 മാസമായിട്ടും ഒരു സെയില് നടന്നുണ്ട്. 1000 രൂപയുടെ ഒരു സെയില് ഒറ്റ മാസം. ഇവർ ഒരുപാട് സംസാരിക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഞാൻ എവിടെയോ തകരാറായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ പ്രവീൺ സാറിന് അത് അപ്ഡേറ്റ് ചെയ്തു, ഇന്ന പോലെയാണ് കാര്യങ്ങൾ. അപ്പൊ പ്രവീൺ സാറ് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാൻ പറഞ്ഞു. അവരോട് സംസാരിക്കുന്നതിന്റെ റെക്കോർഡ്സ്, വോയിസ് റെക്കോർഡ് അയച്ചു തരാൻ പറഞ്ഞു. ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ഒരു ലീഡിനോട് എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കാൻ പാടില്ല, എത്ര നേരം സംസാരിക്കണം, കറക്റ്റായിട്ടുള്ള ഗൈഡ് ലൈൻ തന്നു. പ്രവീൺ സാർ കുറച്ച് വോയിസുകൾ വായിച്ചു, ഞാൻ അതുപോലെ എഴുതി വെച്ചുകൊണ്ട് ഓരോ ലീഡ് വരുന്ന സമയത്ത് ഞാൻ അത് നോക്കി വായിച്ചിട്ടാണ് റിപ്ലൈ കൊടുക്കുന്നത്. അത് അതുപോലെ തന്നെ അടുത്ത മാസം അത് കറക്റ്റ് ചെയ്തപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ ഈ പറഞ്ഞ സാറ് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്തു. ആൻഡ് ദ വെരി നെക്സ്റ്റ് മന്ത് ഞങ്ങൾ ഹാൾ ഓഫ് ഫെയിമിലേക്ക് വരാൻ സാധിച്ചു. ഫസ്റ്റ് ഹാൾ ഓഫ് ഫെയിം ഒക്ടോബർ 2022. സോ ആ ഒരു ഇതിലെത്തിയപ്പോഴത്തേക്കും പിന്നെ സ്കെയിലപ്പിന് സാധ്യതയില്ല. ഈ 999 കോഴ്സ് നമ്മൾ എത്രത്തോളം സെയിൽ ചെയ്യും, നമുക്ക് ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ഇതിലോട്ടൊന്നും പോകാൻ പറ്റില്ല. അഗെയിൻ സാർ പറഞ്ഞു, ഇനി കോഴ്സും കൊണ്ടിരുന്നിട്ട് കാര്യമില്ല, L1 ചെയ്യണം, ലെവൽ 1 സ്റ്റാർട്ട് ചെയ്യണം, വെബിനാർസ് സ്റ്റാർട്ട് ചെയ്യണം. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ഈ സ്റ്റേജിൽ കാണുന്ന സജിത്തൊന്നും അല്ല ഒരു 1 year ബാക്കിലുള്ള സജിത്ത്. എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര പേര് സജിത്തിന്റെ ഫസ്റ്റ് ഓഫ്ലൈൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു മൈക്ക് പിടിച്ചിട്ട് റീംസ് അവിടെ ഉണ്ട്, മൈക്ക് പിടിച്ചൊന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരാളായിരുന്നു. ആ ആളെ വെച്ചിട്ട് വേണം ഈ വെബിനാർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, ക്യാമറ ഫേസ് ചെയ്യില്ല, ഒരു വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ 1 മിനിറ്റിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യും. രാവിലെ തൊട്ട് വൈകിട്ട് വരെ റെക്കോർഡ് ചെയ്യുക, ഇറേസ് ചെയ്ത് കളയുക, ഇത് ശരിയായില്ല വീണ്ടും ചെയ്യുക, ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് ഒരു 2 hour 3 hour വെബിനാർ ഒക്കെ ക്യാമറ ഓൺ ചെയ്തിട്ട് ആൾക്കാരോട് സംസാരിക്കുക, വലിയ ചലഞ്ചിങ് ആയിരുന്നു അത്. പക്ഷെ ഒന്നും നോക്കിയില്ലല്ലേ, വെബിനാർ ഒന്നും നോക്കിയില്ല, ഡേറ്റ് അങ്ങോട്ട് ഫിക്സ് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, അഡ്വർടൈസ്മെന്റ് അങ്ങ് റൺ ചെയ്തു, ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്തു, അഡ്വർടൈസ്മെന്റ് റൺ ചെയ്തു, പൈസ മേടിച്ചു ആൾക്കാരോട് 199 വെച്ചിട്ട് 3 daysലേക്ക്. അപ്പൊ ഞാൻ ചെയ്യാതെ വേറെ നിവൃത്തിയില്ല, സൂം പോലും യൂസ് ചെയ്യാൻ അറിയില്ല. ഞാൻ വെബിനാറിന് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് എല്ലാം എടുത്തു. കണ്ടന്റ് ഞാൻ കോൺഫിഡന്റ് ആണ്, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എബൌട്ട് us പറയാനും സെയിൽസ് ബ്രിഡ്ജിലേക്ക് കയറാനും അതൊന്നും എന്നെ കൂടെ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വെബിനാർ ഡേറ്റ് എടുക്കുന്നതോറും നെഞ്ചെടുപ്പും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു വ്യാഴാഴ്ചയാണ്, വ്യാഴം വെള്ളി ശനി 3 ദിവസത്തെ വെബിനാറാണ്, വർക്ക്ഷോപ്പാണ്. അപ്പം ഓരോ ദിവസം കൂടുന്തോറും നെഞ്ചെടുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാവുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രവീൺ സാറ് ഈ കമ്മ്യൂണിറ്റിയുടെ പവർ ഞാൻ അതിലേക്കാണ് വരുന്നത്. പ്രവീൺ സാറ് ക്യാൻസൽ കമ്മ്യൂണിറ്റി അനൗൺസ് ചെയ്തു. വ്യാഴാഴ്ചയാണ് എൻ്റെ വെബിനാർ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ വെബിനാർ കണ്ടു പരിചയം മാത്രമേ ഉള്ളൂ, അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലാണ്ട് സ്വന്തമായിട്ട് വെബിനാർ ചെയ്തിട്ടില്ല. ക്യാൻസൽ കമ്മ്യൂണിറ്റിയിൽ അനൗൺസ് ചെയ്തു, ആസ്ക് മീ എനിത്തിങ് അബൌട്ട് GST. അങ്ങനെ ഒരു പ്രോഗ്രാം ബുധനാഴ്ച കണ്ടക്ട് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ അത് വന്നു. അപ്പോൾ ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വന്നപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ഒരു കോൺഫിഡൻസ് എനിക്ക് അവിടെ നിന്ന് കിട്ടി. എന്നിട്ടാണ് നെക്സ്റ്റ് ഡേയിൽ ഞാൻ വെബിനാർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ധൈര്യം വെച്ചിട്ടൊക്കെ ഞാൻ നെക്സ്റ്റ് ഡേ വെബിനാർ എടുത്തു. 7:30 വെബിനാർ. 7 മണി തൊട്ട് ഈ പറഞ്ഞ നെഞ്ചിടിപ്പുളതിന് കൂടി കഴിഞ്ഞ് 7:30 അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലെത്തി. 7:30 ഞാൻ വെബിനാർ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും പടപടാന്ന് 100 ആൾക്കാരുണ്ടാവും അല്ലേ, പടപടാന്ന് ഓരോരുത്തരുടെ ഫേസിനെ കാണാൻ തുടങ്ങിയപ്പോഴത്തേക്കും ടെൻഷൻ കൂടിയിട്ട് പ്രഷർ കൂടിയിട്ട് കണ്ണിന്റെ കാഴ്ച മങ്ങുന്ന പോലെയൊക്കെ തോന്നി. ഈ മൗസൊക്കെ പിടിക്കുമ്പോഴത്തേക്കും അത് വെറവലാണ് ഇങ്ങനെ. അത് ഞാൻ കറക്റ്റ് സമയത്ത് സ്റ്റാർട്ട് ചെയ്തു. 7:30 സ്റ്റാർട്ട് ചെയ്ത് വെൽക്കം GST സെറ്റ് മാസ്റ്റർ പ്രോഗ്രാമിൽ സ്വാഗതം എന്ന് പറഞ്ഞ്
കഴിയുമ്പോഴത്തേക്കും എനിക്ക് കാണാം എൻ്റെ ചുണ്ട് വിറക്കണത്, ഞാൻ മൊത്തത്തിൽ വിറച്ചുകൊണ്ടിരിക്കുവാണ് ഇങ്ങനെ, ഭയങ്കരമായിട്ട് വിറവലാണ് ഇങ്ങനെ, എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അപ്പൊ ഈ വിറവല് ഞാൻ തന്നെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് പിന്നെയും ടെൻഷനായി. ഞാനപ്പോൾ തന്നെ ക്യാമറ ഓഫ് ചെയ്തു. ക്യാമറ ഓഫ് ചെയ്തപ്പോൾ എൻ്റെ ക്യാമറയ്ക്ക് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, ഞാൻ ക്യാമറ ഇപ്പം ഓണാക്കാൻ പറ്റില്ല. എന്നിട്ട് ഈ വെബിനാർ കംപ്ലീറ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ബുക്കില് ഫുൾ വെബിനാർ എന്ത് സംസാരിക്കും. എന്നിട്ട് ക്യാമറ ഓഫ് ആക്കിയിട്ട് ഞാൻ ബുക്ക് നോക്കി, മൊത്തം മറ്റേ ടി വിയിൽ വാർത്ത വായിക്കണ പോലെയാണ് ഞാനത് കംപ്ലീറ്റ് ആ ഒരു വെബിനാർ ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ ഡേ 1 കഴിഞ്ഞ് എബോട്ടസ് കഴിഞ്ഞിട്ട് കണ്ടന്റിൽ കയറുമ്പോഴത്തേക്കും ഞാൻ ഓക്കെയാണ്. പക്ഷെ ബാക്കിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഡേ 2 കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടി. ഡേ 3 ആയപ്പോഴത്തേക്കും വീണ്ടും ഈ പ്രോബ്ലം. കാരണം നമ്മൾ കണ്ടന്റ് അവസാനിച്ചിട്ട് സെയിൽസ് ബ്രിഡ്ജിലേക്ക് കയറണം, സെയിൽസിലേക്ക് കൺവേർഷൻ നടക്കണം. ആ കണ്ടന്റ് അവസാനിക്കാറായപ്പോഴത്തേക്കും ഈ പഴയ വിറവൽ വന്നു. വിറവൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്താ വെച്ചാല്, ഈ എന്റെ കമ്മ്യൂണിറ്റിയെ കുറിച്ചും ഓഫറിനെ കുറിച്ചും പറയാനായിട്ട് ഞാൻ ചിത്രയെ ഇൻവൈറ്റ് ചെയ്തു. ആ ഒരു സെക്കൻഡില് അതൊക്കെ അനൗൺസ് ചെയ്തു. സെയിൽസ് പിച്ച് ഒന്നൊരു പ്രിപ്പറേഷൻ പോലും ഇല്ലാതെ ഞങ്ങൾ ഫൈനലി സെയിൽസ് ചെയ്തു. അതെ, എന്നിട്ട് അതിനകത്തൊന്നും ഒരു സെയിൽ ഒന്നല്ല 2 സെയിൽ നടന്നു. 5,999 2 സെയിൽസ് ഇത്രയൊക്കെ കാണിച്ചിട്ടും 5,999 2 സെയിൽ നടന്നു കേട്ടോ. പക്ഷെ അത് ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് വന്നു. നമ്മൾ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ചാടിക്കയറി ചെയ്തു. ഇവൻ ആർക്കാർക്ക് എന്നെ അറിയത്ത് പോലും ഇല്ല. എന്നിട്ടും ഞാൻ സെയിൽസിലേക്ക് അത് വന്ന് പറഞ്ഞപ്പോ ആൾക്കാർക്ക് ആവശ്യമുണ്ട് ഈ സാധനം മാർക്കറ്റിൽ എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വന്നു. ഇനിയിപ്പോ നമ്മളങ്ങ് ചേഞ്ച് ആയാൽ മതി. പക്ഷെ അവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് 3 days വർക്ക്ഷോപ്പ് കണ്ടിന്യൂസ് തന്നെ ചെയ്തു. L1 രജിസ്ട്രേഷൻസ് കിട്ടാൻ വേണ്ടി തുടങ്ങി. പക്ഷെ വലിയ കൺവേർഷൻ ഒന്നും പറയാൻ പറ്റില്ല. ഈ പറഞ്ഞതുപോലെ 2 പേര് 3 പേര് 4 പേര് അങ്ങനെയൊക്കെ ജോയിൻ ആയി. ആൻഡ് ഫൈനലി ഇപ്പം ഡിസംബറിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഡയമണ്ട് മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സാർ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കണ്ണടച്ചങ്ങ് ചെയ്യും. അപ്പൊ അതും ഈ പറഞ്ഞതുപോലെ നേരെ ചാടിക്കയറി ഡയമണ്ടിലോട്ട് പോകുന്നു. അപ്പോഴാണ് സാർ പറയുന്നത് ഇനി 3 days പറ്റില്ല. 3 days അങ്ങനെ 3 days സ്കെയിലബിലിറ്റി ഇല്ല. ഓട്ടോമേറ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് 2 മണിക്കൂറായിട്ട് ഒരു വെബിനാർ ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഫെബ്രുവരി 2023 ഞങ്ങളുടെ ഈ 2 hour വെബിനാർ GST സെൽഫ് മാസ്റ്റർ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് ഏൺ ചെയ്യാൻ, നിങ്ങൾക്ക് അറിയാലോ 1 lakh ഒക്കെ നമ്മൾ ഏൺ ചെയ്യാൻ തുടങ്ങി. നമ്മൾ കുറേശ്ശേക്ക് നമ്മുടെ കടങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. പഴയ ഒരു ലൈഫിലോട്ട് പതിയെ പതിയെ പോകാൻ വന്നതിന്റെ ഒരു സന്തോഷവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓക്കെ, ഇനിയെല്ലാം ഓക്കെ ആവും എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരുപാട് ചലഞ്ചസ്. ആ ഒരു ഫെബ്രുവരി മാസം, ഒരു മാർച്ച്, ശരിക്കും പറഞ്ഞാൽ 2023 ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ ഞങ്ങൾക്ക് ഓർക്കാനേ ഇഷ്ടമില്ലാത്തൊരു സമയമാണ്. ബിക്കോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ അഡ്വർടൈസ്മെന്റ് ഇഷ്യൂസ്. അഡ്വർടൈസ്മെന്റ് ഒട്ടും റൺ ആവുന്നില്ല, ലീഡ്സ് വരുന്നില്ല, ലീഡ്സ് കോസ്റ്റ് കൂടുന്നു. അതേപോലെ തന്നെ വീഡിയോ കിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇദ്ദേഹത്തിന് ആ സമയത്തൊന്നും വീഡിയോ ഒട്ടും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഇമേജ് ആഡ് റൺ ചെയ്ത് ചിലപ്പോൾ ആൾക്കാർക്ക് കണ്ട് മടുത്തിട്ടുണ്ടാവും. അപ്പൊ ഒട്ടും കൺവേർഷൻസ് വരുന്നില്ല. വെബിനാർസിൽ തീരെ പാർട്ടിസിപ്പൻസ് ഇല്ല. 10 പേര് 15 പേര് ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് വെബിനാർ എടുക്കുന്നത്. ഈവൻ 0 കൺവേർഷൻ. കണ്ടിന്യൂസ് ആയിട്ട് 3-4 വെബിനാറിൽ 0 കൺവേർഷൻ ആണുള്ളത്. സത്യം പറഞ്ഞാല് നമ്മൾ 1 lakh എബോ എടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ ഒറ്റയടിക്ക് ഒരു 20,000 പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് ഞങ്ങൾ വന്നു എന്നുള്ളതാണ്. സോ അതിന്റെ ഭാഗമായിട്ട് തന്നെ വീണ്ടും കടങ്ങൾ പതിയെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ വീണ്ടും അവിടെ പെൻഡിങ് ആയി, പൈലിങ് ആയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ഞങ്ങളിങ്ങനെ ബ്ലോക്കായി നിൽക്കുന്ന ഒരു ആ സിറ്റുവേഷൻ ആയിരുന്നു. ഈ ബ്ലോക്കായി നിൽക്കാന്ന് പറഞ്ഞാൽ മെന്റലി ഭയങ്കര ഡൗൺ ആണ്. ഈ പറഞ്ഞ പോലെ ബാങ്കാരുടെ വിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മെന്റലി ഭയങ്കര ഡൗൺ ആയിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ഓരോ വെബിനാർ ചെയ്യുമ്പോഴും ഫുൾ ഡ്രൈ ആണ്. 2-2.5 മണിക്കൂർ വെബിനാർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഒന്നുമില്ല. സെയിൽസിലേക്ക് കടന്നു കഴിഞ്ഞാൽ അന്ന് 0 എന്താ റിസൾട്ട് 0. അങ്ങനെ ഭയങ്കര ഡ്രൈനെസ്സും ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ഇനി തെറ്റായ വഴിയിലൂടെയാണോ പോകുന്നത്, ഇതെനിക്ക് പറ്റുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ പറഞ്ഞു ആഡ് സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു. അതെ, എന്റെ അടുത്ത് പറഞ്ഞു നീ ഇനി അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യണ്ട, സ്റ്റോപ്പ് ചെയ്തു. നമുക്ക് വേറെ എന്തെങ്കിലും, ഇത് തന്നെ ആണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ആലോചിക്കാം. നമുക്ക് എന്തായാലും ഇപ്പം തന്നെ ഞാൻ വെബിനാർ ചെയ്യുന്നില്ല, കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇത് ലാസ്റ്റ് വെബിനാറാണ്, ഇനി ഞാൻ വെബിനാർ ചെയ്യുന്നില്ല. നമുക്ക് വേറെ എന്തെങ്കിലും ഇമേജ് ആണോ മറ്റെന്തെങ്കിലും രീതിയിൽ നമുക്കിനി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആഡ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പ്രവീൺ സാറിനെ അപ്ഡേറ്റ് ചെയ്തു. പ്രവീൺ സാറിനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അത്രയും ഡൗൺ ആയിരിക്കുവാണ്. ശരിക്കും അപ്പോഴാണ്
എൻ്റെ ജീവിതത്തിൽ ഒരു മെന്ററുടെ റോൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു മെന്റർഷിപ്പിന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. പ്രവീൺ സാർ അപ്പോൾ തന്നെ ആ വെബിനാറിന്റെ കംപ്ലീറ്റ് PPT ചെക്ക് ചെയ്തിട്ട് ഒരുപാട് ചേഞ്ചസ് അതിൽ വരുത്തി. എബൌട്ട് അസിൽ മാറ്റം വരുത്തി, ലാസ്റ്റ് സെയിൽസ് പിച്ചിലേക്കുള്ള മാറ്റം വരുത്തി, ഒരുപാട് വെബിനാർ സിസ്റ്റം തന്നെ A to Z ആ ഒരു വെബിനാറിന്റെ ഒരു സിസ്റ്റം തന്നെ സാർ റീസെറ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് ഞങ്ങളെ കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രവീൺ സാറ് കംപ്ലീറ്റ് ഒരു പേപ്പർ ഈ പറഞ്ഞ പോലെ നോട്ട് പാഡിൽ കുറെ കോളംസ് ഒക്കെ വരച്ചിട്ട് ഓരോ ദിവസങ്ങളിലും ഓരോ മണിക്കൂറുകളിൽ ഓരോ ആഴ്ചകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് കറക്റ്റ് ഒരു പാത്ത് സെറ്റ് ചെയ്തത്. അതോടൊപ്പം തന്നെ എൻ്റെ ആ മൈൻഡ് ബ്ലോക്കും മൈൻഡ് സെറ്റും എല്ലാം മാറ്റി റെഡിയാക്കി തന്നു. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് റിസൾട്ട് പറഞ്ഞു. ഈ റിസൾട്ട് ആക്ച്വലി ഈ 1.5 വർഷത്തെ റിസൾട്ടാണ് ഇവിടെ കാണിക്കുന്നതെങ്കിലും ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഇത് സാർ ജൂൺ 2023 ഈ പറഞ്ഞ വെബിനാർ സിസ്റ്റം കംപ്ലീറ്റ് റീസ്ട്രക്ചർ ചെയ്യുന്നത്. അതിന് മുന്നേ വരെ ഈവൻ ഇതിന്റെ ഒരു എനിക്ക് തോന്നുന്നു 20% പോലും ഞങ്ങള് മേ ബി ആയിട്ടുണ്ടാവില്ല. അത്രയും ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു. പക്ഷെ അതിനുശേഷം ആ ഒരു ജൂലൈ 2023 തൊട്ടാണ് ശരിക്കും ഇത്രയും വലിയൊരു ഫിഗറിലേക്ക് ശരിക്കും ഈ കഴിഞ്ഞ 4 മാസങ്ങൾ കൊണ്ടാണ് ഞങ്ങൾക്ക് എത്താൻ സാധിച്ചത്. We spent more than 4 lakh rupees and for advertisement and we achieved 14 lakh. ശരിക്കും പറഞ്ഞാല് സജിത്തേട്ടന്റെ ഒരു വർഷത്തെ സാലറി CTC എന്ന് പറയുന്നത് ഒരു 4.5 to 5 lakh ആണ്. ജസ്റ്റ് ഇമാജിൻ. ഓക്കെ, അതിന്റെ ഒരു 3 times ഞങ്ങളുടെ പരിമിതികളെല്ലാം വെച്ച് ഞങ്ങളത് വലിയ ഫിഗർ ആണെന്നൊന്നും പറയില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതും നമുക്ക് അച്ചീവബിൾ ആണ്, ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് ഈ ഒരു ഫിഗർ ആണ് സത്യത്തില്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാല് ഒരു വെബിനാർ ചെയ്ത സമയത്ത് ഈ പറഞ്ഞ മൈൻഡ് സെറ്റ് ഒക്കെ മാറ്റി ചെയ്ത വെബിനാറിൽ 2.5 മണിക്കൂർ കൊണ്ട് 12 L1 രജിസ്ട്രേഷൻ ആണ്. ഓൾമോസ്റ്റ് 2 മണിക്കൂർ കൊണ്ട് 72,000 അല്ല 81,000 അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഒരൊറ്റ 2 hour വെബിനാറിൽ തന്നെ ഞങ്ങൾക്ക്. അപ്പം ഈ 81,000 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ ഒരു മാസം മേടിക്കുന്ന സാലറിയുടെ 3 ഇരട്ടിയാണെന്നുള്ളതാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെ എന്താ പറയാ, ആ ഒരു കറക്റ്റ് ഒരു പാത്തിലൂടെ വർക്ക് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾക്ക് റിസൾട്ട് എത്തി എന്നുള്ളതാണ്. സോ ഇതുവരേക്കും മോർ ദാൻ 70+ എല്ലാം ലൈവ് വെബിനാർസ് ആണ്. മോർ ദാൻ 70+ ലൈവ് വെബിനാർസ് ചെയ്തിട്ടുണ്ട്. 3,000+ ആൾക്കാർക്ക് GST ശരിക്കും എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഒന്നും GST പറഞ്ഞതുപോലെ മേ ബി എല്ലാവരും ചിന്തിക്കും ഒരു ടാക്സ് അല്ലേ എന്തായിട്ടാണ്. പക്ഷെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ടാക്സിലെ പ്രശ്നങ്ങൾ കൊണ്ട് ബിസിനസ് വൈൻഡപ്പ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത്രയും ആഗ്രഹിച്ച് പാഷനേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു സാധനം ചെറിയ മിസ്റ്റേക്കുകൾ, ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട്, ഒരു ടാക്സേഷൻ പ്രോപ്പർ ആയിട്ട് ഇല്ലാത്തത് കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്ത് വൈൻഡപ്പ് ചെയ്ത് വേറെ എന്തെങ്കിലും പണിക്ക് പോകാൻ ആലോചിച്ച് നിൽക്കുന്ന ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. സോ അവരുടെ ഒക്കെ ലൈഫില് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. മോർ ദാൻ ആ ഒരു 40 lakh അല്ലെങ്കിൽ നമ്മൾ കിട്ടിയ അതൊന്നും അല്ല, ശരിക്കും അതാണ് ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. മേക്ക് ആൻ ഇമ്പാക്ട് ഇൻ അതേഴ്സ് ലൈഫ്. ഇതിനകത്ത് ഇപ്പൊ ഈ ക്യാൻസർ കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ലേൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു 5 പോയിന്റ് എടുത്തു പറയേണ്ടതുണ്ട്. അതിലൊന്ന് പവർ ഓഫ് ഓഫ്ലൈൻ മീറ്റിംഗ് ആണ്. ഇതുപോലുള്ള ഒരു ഓഫ്ലൈൻ മീറ്റിംഗിൽ കിട്ടിയ ഒരു എനർജിയാണ് പിന്നീട് എന്നെ മുന്നോട്ട് നയിച്ചത്. കാരണം വെച്ചാൽ ആദ്യമായിട്ട് ഞാൻ ഓഫ്ലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന സമയത്ത് എറണാകുളത്ത് ഫസ്റ്റ് ഓഫ്ലൈൻ മീറ്റിംഗ്, അതും ഞാൻ യാദൃശികമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ആള് ഞാനായിരുന്നു. പക്ഷെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണം പറ്റാത്തത് കൊണ്ട് വെറുതെ വന്നതാണ്. അപ്പൊ അങ്ങനെ ഓഫ്ലൈൻ മീറ്റിംഗിൽ എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ പോവില്ല മാക്സിമം പറഞ്ഞു. പക്ഷെ എന്തായാലും പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓഫ്ലൈൻ മീറ്റിംഗിൽ വന്ന സമയത്ത് വരുന്ന വഴിക്കൊക്കെ എന്റെ ചിന്ത, എന്നോട് ആരെങ്കിലും ചോദിക്കുമോ, ചോദിച്ചാൽ ഞാൻ പെട്ടുപോകും, എന്നോട് ആരും ഒന്നും മിണ്ടില്ലാത്ത രീതിയിൽ ഏറ്റവും ബാക്കിൽ എവിടെയെങ്കിലും ഇരിക്കാന്നിട്ട് ഞാൻ വന്നത്. പക്ഷെ കഷ്ടകാലത്തിന് ബാക്കിലെ സീറ്റെല്ലാം ഫില്ലിംഗ് ആയിരുന്നു. ഞാൻ ഏറ്റവും ഫ്രണ്ടിലാണ് വന്നിരുന്നത്. അപ്പൊ പ്രവീൺ സാറ് ഇതുപോലെ നടന്നു പോകുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര സീരിയസ്, മൊത്തം നോക്കിയാൽ എന്തെങ്കിലും ചോദിച്ചാലോ എന്ന് പേടിച്ച് ഞാൻ തന്നിരിക്കുന്ന നോട്ട് പാഡ് സീരിയസ് ആയിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രവീൺ സാറ് ലൈവായിട്ട് എന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് പറഞ്ഞു, ലൈവായിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു സെയിൽസ് നടത്താൻ പറഞ്ഞു. ഞാൻ ആകെ പെട്ടുപോയി. കാരണം വെച്ചാൽ ഒന്ന് സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ കയറിയ എക്സ്പീരിയൻസ് ഇല്ല. കാരണം അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞാൻ മൈക്ക് പിടിച്ച് സംസാരിക്കുന്നത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ് ടീച്ചർ നിർബന്ധിച്ച് 10 ചേർത്തപ്പോഴാണ്. പിന്നീട് ഞാൻ ഈ പറയുന്ന പോലെ സ്റ്റേജിൽ കയറുന്നത്
NCC-യിലായിരുന്ന സമയത്ത് കർട്ടൻ പൊക്കാൻ വേണ്ടി. അല്ലാണ്ട് എനിക്ക് ഈ സ്റ്റേജുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളതാണ്. ആ സ്റ്റേജിൽ വന്ന് മൈക്ക് തന്നു, ഞാൻ മൈക്കുമായിട്ട് പിടിച്ചു നിന്ന് വിറച്ച് സംസാരിക്കുന്നു. അങ്ങനെ ഞാൻ മൈക്ക് പിടിച്ച് സംസാരിച്ച് ബാക്കിലേക്ക് ഒരു മൂലയ്ക്ക് പോകും. പിന്നെ അവിടെ നിന്ന് വീണ്ടും പുഷ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വരും. ഇത് തന്നെയായിരുന്നു. ഞാൻ അങ്ങനെ ഉലാത്തി സംസാരിച്ചൊന്നുമില്ല, പേടിച്ച് പിടിച്ച് ബാക്കിലേക്ക് പോയതാണ്. അപ്പോൾ ആ ഓഫ്ലൈൻ മീറ്റിംഗിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചു, എന്നെ പറ്റി ഞാൻ പറഞ്ഞു, ഞാൻ GST കോഴ്സ് ഞാൻ ചെയ്യുന്നു പറഞ്ഞു. അവിടെ വെച്ച് സെയിൽ നടന്നു, കമ്പനി സെയിൽ നടന്നു. അതാണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സെയിൽ എന്ന് പറയുന്നത്. GSTയുടെ നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ കോഴ്സിന്റെ ഫസ്റ്റ് സെയിൽ നടക്കുന്നത് ആക്ച്വലി കാസർഗോഡ് കമ്മ്യൂണിറ്റിയിലാണ്. അതിനുശേഷം ഞാൻ പോയിട്ട് സീറ്റിലിരുന്നപ്പോഴത്തേക്കും ഒരു ആശ്വാസം, കുറച്ച് അഭിമാനത്തോടെ എല്ലാവരും തിരിഞ്ഞു നോക്കി. കുഴപ്പമില്ല, ഒരു ചെറിയൊരു ആശ്വാസം കിട്ടി. അപ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു ആശ്വാസം കിട്ടി, ഒരു കോൺഫിഡൻസ് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും അവസാനം ഈ ഓഫ്ലൈൻ മീറ്റിംഗ് കഴിയുമ്പോൾ ഏറ്റവും അവസാനം സാധാരണ ചോദിക്കാറുണ്ട്, ഇതിൽ നിന്ന് കിട്ടിയ ഇൻസൈറ്റ്, അടുത്തൊരു കമ്മിറ്റ്മെന്റ്. അപ്പോൾ ഞാൻ ആ സമയത്ത് കണ്ടൊരു കാര്യം, അന്ന് ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്ത ഹോൾ ഓഫ് ഫെയിമില് ഓഫ്ലൈൻ മീറ്റിംഗില് ഹോൾ ഓഫ് ഫെയിമിലേക്ക് വന്ന ആൾക്കാർ ഒന്ന് റീംസ്, അതുപോലെ കല്യാൺജി, പിന്നെ അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പൊ 2 പേരാണ് ഇവിടെ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് പറഞ്ഞൊരു കാര്യം, അവർ പറഞ്ഞ ഇത്രേ ഉള്ളൂ, അവര് എല്ലാവരും ആക്ഷൻ ടേക്കേഴ്സ് ആയിരുന്നു. അവർ സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇവരെല്ലാവരും ആക്ഷൻ ടേക്കേഴ്സ് ആയിരുന്നു. ആസ് എ മെന്റർ പ്രവീൺ സാർ എന്ത് പറയുന്നു അത് അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ടാണ് അവർക്ക് കിട്ടിയത്, ആ ഹോൾ ഓഫ് ഫെയിമിലേക്ക് വന്നത്. അപ്പൊ ഏറ്റവും അവസാനം ഞാനും പറഞ്ഞു, ഇവരെല്ലാവരും ആക്ഷൻ ടേക്കേഴ്സ് ആയിരുന്നു. തീർച്ചയായിട്ടും ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്കും ഇതുപോലെ വരാൻ സാധിക്കും. അടുത്ത പ്രാവശ്യം ഞാനും ഈ ഓഫ്ലൈൻ മീറ്റിംഗിൽ വരുന്ന സമയത്ത് ഞാൻ ഹോൾ ഓഫ് ഫെയിമിൽ എത്തും എന്നൊരു കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ടാണ് ഞാൻ പോയത്. പക്ഷെ കൃത്യമായിട്ട് എനിക്ക് അടുത്ത ഓഫ്ലൈൻ മീറ്റിംഗിൽ എന്റെ ഫസ്റ്റ് ഹോൾ ഓഫ് ഫെയിമിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഈ പറയുന്ന ഓഫ്ലൈൻ മീറ്റിംഗിലൂടെ കിട്ടിയ ഒരു ഇൻസൈറ്റ് പറയുന്നത്. അതുപോലെ പവർ ഓഫ് കമ്മ്യൂണിറ്റി. ശരിക്കും കമ്മ്യൂണിറ്റിയുടെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അഡ്വർടൈസ്മെന്റിൽ പ്രോബ്ലം വന്നിട്ടുണ്ട്, വീഡിയോസ് എടുക്കുന്നതിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാല് ആ സമയത്തൊക്കെ ഞങ്ങൾ സേവ് ചെയ്തത് കാസർഗോഡ് കമ്മ്യൂണിറ്റിയാണ്, ഇവിടുത്തെ മെമ്പേഴ്സ് ആണ്. അഡ്വർടൈസ്മെന്റ് അല്ല, എന്ത് കാര്യമാണെങ്കിലും ചെറിയ സംശയം ഉണ്ടെങ്കിലും ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ വാട്സപ്പിൽ അത് സോൾവ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അതേപോലെ ശരിക്കും ഞങ്ങൾ പറഞ്ഞിരുന്നു ജൂലൈ 2023 ശേഷം നല്ല ചേഞ്ച് വന്നു ഞങ്ങളുടെ സെയിൽസിൽ നിന്ന്. അതിനൊരു കാരണം ഞങ്ങൾ സ്പെഷ്യൽ നെയിം മെൻഷൻ ചെയ്തേ പറ്റുള്ളൂ, സച്ചിനാണ്. ബിക്കോസ് ഈ വീഡിയോ എടുക്കാൻ പേടിയുള്ള ഈ ഒരു മനുഷ്യനെ കറക്റ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ, അഡ്വർടൈസ്മെന്റ് വീഡിയോ അത് എടുത്തു കൊടുത്ത് ആ വീഡിയോ വെച്ചിട്ടാണ് ആക്ച്വലി ഞങ്ങളുടെ ഈ ഒരു മെജോറിറ്റി സെയിൽസും വന്നേക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് സച്ചിൻ. ശരിക്കും ഇതാണ് ഈ കമ്മ്യൂണിറ്റിയുടെ പവർ. നമ്മളൊന്ന് താന്നു പോകുമ്പോൾ, നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മളെ പിടിച്ച് കൂടെ കൊണ്ട് നടക്കാൻ നമ്പർ ഓഫ് ആൾക്കാരുണ്ട് ഇവിടെ. ശരിക്കും ഒരുപാട് ആൾക്കാരുണ്ട്. സോ താങ്ക് യു സോ മച്ച് കാസർഗോഡ് കമ്മ്യൂണിറ്റി. അതുപോലെ ഈ നമ്മൾ സിസ്റ്റം ബിൽഡ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള പ്രവീൺ സാറെ കാണിച്ചു തന്ന ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് ആ സിസ്റ്റത്തിലൂടെ തന്നെയാണ് ഞങ്ങൾ വർക്ക് ചെയ്തു പോയത്. അതുപോലെ ഈ കൺസിസ്റ്റൻസി, ഞാൻ തുടങ്ങി അന്ന് തൊട്ട് ഞാൻ കാസർഗോഡ് കമ്മ്യൂണിറ്റിയിൽ വന്നു, വെബിനാർ എന്ന് സ്റ്റാർട്ട് ചെയ്തോ അന്ന് തൊട്ട് ഈ കഴിഞ്ഞ ബുധനാഴ്ച വരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ വെബിനാർ നടത്തി എന്നുള്ളതാണ്. ഒരാൾ മാത്രമേ പാർട്ടിസിപ്പേഷൻ ഉള്ളൂ എങ്കിലും അത് ഭയങ്കര കൺസിസ്റ്റൻസി ആണ്. എനിക്ക് പോലും മനസ്സ് മടുക്കും, ഒരാളില്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. പക്ഷെ സജസ്റ്റ് വാസ് ഡൂയിങ് ദാറ്റ്. ഒരാളേ ഉള്ളൂ എങ്കിൽ ആ ഒരാൾക്ക് വേണ്ടിയിട്ട് 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യും. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഞാനത് ചെയ്തു. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ബാങ്കിന്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ, മെന്റൽ ബ്ലോക്കേജ്, അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു തലത്തിലേക്ക് എന്നെ കൊണ്ടുപോകാതിരുന്നത് ഒരുപക്ഷെ ഈ ഹാബിറ്റ് ട്രാക്കർ പോലുള്ള കാര്യങ്ങളാണ്. ഈ പറയുന്ന നമ്മുടെ സ്ട്രേഞ്ച് സീക്രട്ട് ആണെങ്കിലും നമ്മുടെ ഗോൾ റൈറ്റിംഗ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാതിരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും പ്രഷർ എന്നെ സംബന്ധിച്ച് ഇതിനു മുൻപ് എനിക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതാണ്. ഇത്രയും ഇങ്ങനെയുള്ള കടങ്ങളോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാതിരുന്നത് ഒരു പക്ഷേ ഈ പറയുന്ന ഹാബിറ്റ് ട്രാക്കർ അത് കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇനി പറയുന്ന ഇനി ഒരു എക്സ്ക്യൂസുകളില്ല, അല്ലെങ്കിൽ ഇനി വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ശരിക്കും നമുക്ക് എല്ലാവർക്കും പ്രോബ്ലംസ് വരും. ഞാൻ പറഞ്ഞല്ലോ, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഇത് ഓക്കെ അല്ല എന്ന് തോന്നിയിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറിലും ഈ കമ്മ്യൂണിറ്റിയിലും ഞങ്ങൾക്ക് അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗിവ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ അതിനുള്ള സൊല്യൂഷൻസ് എല്ലാം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഗിവ് അപ്പ് ചെയ്ത് പോകാൻ ഭയങ്കര എളുപ്പമല്ലോ ഒരു കാര്യം, സ്റ്റോപ്പ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, സ്റ്റാർട്ട് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ഒരു ജേർണി,
ആ ഒരു ജേർണിയിൽ ഈ പറഞ്ഞതുപോലെ സ്ട്രഗിൾസ് ഉണ്ടാവും, ചാലഞ്ചസ് ഉണ്ടാവും, പെയിൻ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ ഞങ്ങൾ ഈ ഒരു ജേർണിയിൽ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അതും കൂടെയാണ്. നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് പോകാൻ എളുപ്പമാണ്, പക്ഷെ അത് കൃത്യമായിട്ട് സർവൈവ് ചെയ്ത് അതിനെ സക്സസിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ്. സോ ഈ ഒരു 5 കാര്യങ്ങളാണ് ഈ ഒരു 1 ഇയറിൽ അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടിയ ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ്സ് എന്ന് തന്നെ പറയാം. ഇതിന്റെ ബേസിസിലാണ് ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ മുഴുവൻ ജേണിയും ഞങ്ങളുടെ ഫ്യൂച്ചറും ഞങ്ങളുടെ ഗോളും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ എനിക്കൊരു കോർ മെസ്സേജ് പാസ് ചെയ്യാനുള്ളത്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എൻ്റെ ഒരു പാഷൻ ടീച്ചിങ് എന്നുള്ള എൻ്റെ ഒരു പാഷൻ എനിക്ക് എവിടെയോ വെച്ച് കൈമോശം വന്നുള്ളൂ, അതെൻ്റെ ഒരു പാഷനായിരുന്നുള്ളത്. പക്ഷെ പിന്നീട് എൻ്റെ ഒരു പ്രൊഫഷനെ, എൻ്റെ ഈ GST അല്ലെങ്കിൽ ഈ ഞാൻ ചെയ്യുന്ന പ്രൊഫഷനെ ആ പാഷനുമായിട്ട് കണക്ട് ചെയ്തത് എൻ്റെ ഒരു മെൻറ്ററാണ്, പ്രവീൺ സാറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാൾ ഞാൻ റൈറ്റ് പാത്തിലായിരുന്നില്ല. ഈ 17 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ പാത്തിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ്, എൻ്റെ പാഷനിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ്. അതിനൊരു കണക്ഷൻ സാധ്യമാക്കിയത് മെൻറ്ററാണ്, പ്രവീൺ സാറാണ്. അന്നൊക്കെ ഞാൻ സ്കൂൾ കുട്ടികളെ അല്ലെങ്കിൽ കോളേജ് കുട്ടികളെ പഠിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചൊരു അധ്യാപനമാവണമെന്ന് ആഗ്രഹിച്ച ഒരാളാണെങ്കിലും ഇന്ന് ഞാൻ എന്റർപ്രണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ക്ലാസ് എടുക്കുന്ന കോച്ചിങ് കൊടുക്കുന്നത് അത് വളരെ വലിയൊരു സന്തോഷമാണ്. സോ ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വരുമ്പം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്കിവിടെ ഇത്രയും നല്ലൊരാള് നമുക്ക് വഴി കാണിച്ചു തരാനുണ്ട്, ഇത്രയും നല്ലൊരു കമ്മ്യൂണിറ്റി നമ്മൾ ഓരോരുത്തരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടേതായുള്ള പ്രശ്നങ്ങൾ ഒഴിഞ്ഞൊരിക്കലും ലൈഫ് ഉണ്ടാവില്ല. പ്രോബ്ലംസ് വിൽ ബി ദെയർ. ലൈഫ് ആണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റിയെ, ഈ സാറിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, കമ്മ്യൂണിറ്റിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. സോ അത് തന്നെയാണ് ഞങ്ങളുടെ മെസ്സേജ്, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഈ ഒരു കാര്യങ്ങള്. തീർച്ചയായിട്ടും എല്ലാവർക്കും സക്സസ്ഫുൾ ആകാൻ, നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്താൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നുള്ളതാണ്. എൻ്റെ ഈ പറയുന്ന ഫ്രീഡം വിഷ്ണു അത് തന്നെയാണ്. ഒത്തിരി ആളുകൾ ഈ പറയുന്ന പോലെ എന്റർപ്രണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ എൻ്റെ സപ്പോർട്ടിങ് സിസ്റ്റത്തിലൂടെ അവരെ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ടാക്സ് സ്റ്റൈലിലൂടെ അവരെ കോർ ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്ത് അവരെ അതിലേക്ക് എത്തിക്കാൻ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും ഞങ്ങൾ ഫ്രീഡം എൻജോയ് ചെയ്യും. സോ ആ ഒരു ഫ്രീഡം ഞങ്ങൾ എൻജോയ് ചെയ്യുമ്പം ഞങ്ങളുടെ കൂടെയും അതേപോലെ തന്നെ അതേപോലെയുള്ള ഒരു ഓൺട്രപ്രണേഴ്സ് ഉണ്ടായിരിക്കണം. അവരുടെ ലൈഫിൽ ഫ്രീഡം അല്ലെങ്കിൽ അവർക്കൊരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാർ, അതാണ് ഞങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.